പിണറായി വിജയനെതിരെ ജി സുധാകരൻ നടത്തിയ പരാമർശത്തിൽ മറുപടിയുമായി എച്ച് സലാം. ഇന്നലെ പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണ്, നിയമസഭയിലെ നനഞ്ഞ കോഴിയാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അപ്പോൾ അതിൽ എച്ച് സലാം പറയുന്നത്, പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ജി സുധാകരന് യോഗ്യതയുണ്ടോ എന്നാണ് ചോദ്യം. ജി സുധാകരൻ രാഷ്ട്രീയ കോമാളിയാണെന്നും വിമർശനം. താനൊഴികെ നാട്ടിൽ വേറെ ആർക്കും ഒരു വിവരവുമില്ല എന്നാണ് സുധാകരന്റെ വിചാരം. വിവരക്കേട് പറയുമ്പോൾ ഒരു പരിധിയൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തതെന്നും എച്ച് സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നിയമസഭയിൽ നനഞ്ഞ കോഴിയുടെ അവസ്ഥയാണ് പിണറായി വിജയൻ എന്നായിരുന്നു ജി സുധാകരന്റെ പരാമർശം. ആദ്യം നമുക്ക് ആ പരാമർശം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. സർവീസിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു, ചർച്ച ചെയ്യുക അവസാനം. കഴിഞ്ഞ ഗവൺമെന്റ് ധനകാര്യ സ്ഥിതിയെ രൂക്ഷമായി 15 മിനിറ്റ് പറഞ്ഞു. ഒരക്ഷരം എഴുതേണ്ടത് ഡിഫെൻഡ് ചെയ്യണമെന്ന് പൊങ്ങിയില്ല മേലോട്ട്. എനിക്ക് സങ്കടം തോന്നി. അതിൽ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലായിട്ട് എഴുതേറ്റത് ശരിയല്ലെന്ന് പറയണമെന്ന് തോന്നുന്നത് എനിക്ക് ആനന്ദന പറയുന്നത് ഞാൻ പറയാൻ പോയില്ല. അത് പറഞ്ഞ് തിരുത്താമായിരുന്നു. അത് അവര് UDF ഭരണകക്ഷി അത് അംഗീകരിക്കും. പക്ഷെ പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സാറാണെങ്കിൽ നനഞ്ഞ കോഴി പോലിരിക്കുക അവിടെ. മനസ്സിലായില്ല, വളക്കെ വിട പോലെ ഒന്നും പെട്ടെന്നില്ല. ബാലഗോപാലന് സംസാരിക്കാനും അറിയില്ല. എന്തൊരു ദയനീയമായ ചിത്രമാണ്. വിഷമം തോന്നുന്നു. കാരണം ഞാനവിടെ 20 വർഷം ഇവരുടെ കൂടെ. മനീഷ് മെഹിബാൽ ഉണ്ട്. മനീഷ് മെഹിബാൽ, പിണറായി വിജയൻ സഭയിലെ നനഞ്ഞ കോഴി എന്നാണ് പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിച്ചത് ജി സുധാകരൻ. അതിനെതിരെയുള്ള മറുപടിയാണോ ഇപ്പോൾ എച്ച് സലാമിന്റേത്? എന്താണ് എച്ച് സലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? അരുൺകുമാർ, നിരന്തരമായി UDF വേദികളിൽ അല്ലെങ്കിൽ അല്ലാത്ത വേദികളിലൊക്കെ തന്നെ UDF ക്യാമ്പിൽ വലിയ കയ്യടി നേടിക്കൊണ്ടാണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശം. പക്ഷേ ഇന്നലെ ഇച്ചിരി കടന്നുപോയി എന്നുള്ളതാണ് CPM നേതാക്കൾക്കുള്ള വലിയ പ്രതിഷേധം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കടന്നാക്രമിച്ചു. ഒപ്പം തന്നെ സ്ത്രീ വിരുദ്ധ പരാമർശമുണ്ടായി. അതിനെതിരെയാണ് ഇപ്പോൾ എച്ച് സലാം ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ജി സുധാകരനെതിരെ ഇട്ടിട്ടുള്ളത്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ്. ഒപ്പം തന്നെ ഒരു വെല്ലുവിളി കൂടി നിലവിൽ എച്ച് സലാം വിളിക്കുന്ന ഒരു വെല്ലുവിളി കൂടിയുണ്ട്. അതായത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ജി സുധാകരൻ കൊടുത്ത കണക്കുകളൊക്കെ തന്നെ കൃത്രിമമാണെന്ന് CPMന്റെ ആരോപണമുണ്ട്. പുതിയ നിലവിലുള്ള വെല്ലുവിളി ഇങ്ങനെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥി അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ആ സമയത്ത് പണം പിരിച്ചു. ആ പിരിച്ച പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? ആരിൽ നിന്നൊക്കെ എത്ര ലക്ഷം പിരിച്ചു എന്ന് വെളിപ്പെടുത്താൻ ജി സുധാകരനെ എച്ച് സലാം വെല്ലുവിളിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ആലപ്പുഴ നഗരസഭ ഭരിച്ചത് 5 വർഷം LDF ആയിരുന്നു. ആദ്യത്തെ 2.5 വർഷം ഒരു സ്ത്രീ ഭരിച്ചുവെന്ന്, പിന്നീട് അടുത്ത 2.5 വർഷം മറ്റൊരുത്തിയെ കൊണ്ടുവന്നു നടക്കുള്ള സ്ത്രീവിരുദ്ധ പരാമർശമുണ്ട്. അതിൽ വീട്ടിലും താങ്കൾ ഒരുത്തി എന്നാണോ വിളിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങൾ നിലവിൽ എച്ച് സലാമിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിജയിച്ചു എന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ രീതിയിൽ പറയുന്നതിന് താങ്കൾക്ക് ആരും ജനങ്ങൾ ലൈസൻസ് തന്നില്ല. നാട്ടിലൊക്കെ ഒരു കുപ്പി കള്ള് വാങ്ങിക്കൊടുത്താൽ എന്തും പറയുന്ന ചില ആളുകളുണ്ട്. ജനങ്ങൾക്ക് ഈ കോമാളിത്തനം കാണുമ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഓർമ്മ വരുന്ന അടക്കമുള്ള രൂക്ഷ വിമർശനമാണ് എന്തെങ്കിലും ജി സുധാകരനെതിരെ മുൻ MLA എച്ച് സലാം, മുൻ MLAയും ആലപ്പുഴ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള എച്ച് സലാം നടത്തിയത്. ജി സുധാകരൻ നിയമസഭയിലെ LDFന്റെ പ്രകടനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം സഭയിൽ VD സതീശൻ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അവസാനിപ്പിച്ച് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഈ സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസത്തെയും കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് തന്നെ അത് എതിർക്കപ്പെടേണ്ടതായിരുന്നു. ആരും എതിർത്തില്ല. അപ്പോൾ സഭയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടാവാതിരുന്നപ്പോൾ പറഞ്ഞു പോയതാണ് ജി സുധാകരൻ. പല കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ ജി സുധാകരൻ ഇതിൻ്റെയൊക്കെ ചരിത്രം അറിയാവുന്നത് കൊണ്ട് ജി സുധാകരൻ മിണ്ടാതെ ഇവിടെ ഇരുന്നു. പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ ജി സുധാകരൻ അറിയാം. പക്ഷേ എന്നാലും VD സതീശൻ്റെ പ്രസംഗത്തെ എതിർക്കാൻ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിണറായി വിജയനെ നോക്കുന്ന സമയത്ത് പിണറായി വിജയനെ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ജി സുധാകരൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. നനഞ്ഞ കോഴിയെപ്പോലെ സഭയിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളത്. അതാണിപ്പോൾ പ്രകോപനമായത്.